നമസ്കാരം. വരപ്രസാദം ചാനലിലേക്ക് സ്വാഗതം. 2025 വിജയ ഏകാദശി വരികയാണ്. ഫെബ്രുവരി 24 തിങ്കളാഴ്ചയാണ് വിജയ ഏകാദശി. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഫെബ്രുവരി 21 ഉച്ചയ്ക്ക് 1:55 ഫെബ്രുവരി 24 ഉച്ചയ്ക്ക് 1:44 ഏകാദശി തിഥി അവസാനിക്കുന്നു. വിജയ ഏകാദശി വ്രതം ആചരിക്കുന്നതിലൂടെ ഭക്തൻ ഏറ്റെടുക്കുന്ന ഏതൊരു ശ്രമത്തിലും വിജയം കൈവരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ വ്രതാചരണം നടത്തുന്നത് ജീവിതത്തിലെ സർവ്വകാര്യങ്ങളിലെയും തടസ്സങ്ങളെ മറികടക്കുന്നതിന് സഹായിക്കുന്നു. സർവകാര്യ വിജയം, സമ്പത്ത്, ഐക്യം, പോസിറ്റിവിറ്റി എന്നിവ ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ ഉണ്ടാകുന്നു. ഈ വ്രതം ആചരിക്കുന്നതിലൂടെ മോക്ഷവും വൈകുണ്ഠപ്രാപ്തിയും ഉണ്ടാകുന്നു. വിജയ ഏകാദശിയുടെ തലേന്ന് ഫെബ്രുവരി 23 ഞായറാഴ്ച ഒരിക്കലൂണാണ്. ബാക്കി നേരങ്ങളിൽ ഫലവർഗ്ഗങ്ങളോ ഗോതമ്പ് കൊണ്ടുള്ള ആഹാരങ്ങളോ കഴിക്കാവുന്നതാണ്. ഏകാദശി തിഥി ഫെബ്രുവരി 23 ഉച്ചയ്ക്ക് 1:55 ആരംഭിക്കുന്നതിനാൽ അതിനു മുൻപ്, ആ സമയത്തിന് മുൻപ് അരിയാഹാരം കഴിക്കണം. പിറ്റേന്ന് ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസമാണ്. അതിന് സാധിക്കാത്തവർക്ക് പാലും പഴവർഗ്ഗങ്ങളും കഴിക്കാവുന്നതാണ്. ഗോതമ്പ് കൊണ്ടുള്ള ആഹാരങ്ങളും കഴിക്കാം. ധാന്യാഹാരം പൂർണ്ണമായി ഒഴിവാക്കി വ്രതമെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പാലും പഴവർഗ്ഗങ്ങളും മാത്രം കഴിച്ചുകൊണ്ട് അവരവരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വ്രതമെടുക്കാവുന്നതാണ്. പിറ്റേന്ന് ഫെബ്രുവരി 25 ചൊവ്വാഴ്ച 6:37 AM 10:36 AM ഇടയ്ക്ക് തീർത്ഥം സേവിച്ച് പാരണ വീട്ടി വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഏകാദശി ദിവസം രാവിലെയും വൈകുന്നേരവും വീട്ടിൽ വിളക്ക് കൊളുത്തി ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം കഴിയുന്നത്ര തവണ ജപിക്കുക. ഹരേ രാമ മന്ത്രവും ജപിക്കുന്നത് നല്ലതാണ്. ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നവർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക. ഭഗവാന് ഒരു തുളസിമാലയും മഞ്ഞപ്പട്ടും സമർപ്പിക്കാൻ സാധിക്കുമെങ്കിൽ നല്ലതാണ്. തൃക്കൈവെണ്ണ, പാൽപ്പായസം, ത്രിമധുരം മുതലായ വഴിപാടുകളൊക്കെ ക്ഷേത്രത്തിൽ ചെയ്യുക. അന്നേ ദിവസം വിഷ്ണു സഹസ്രനാമവും ഭഗവത്ഗീതയും പാരായണം ചെയ്യുക. രാത്രി മുഴുവൻ വിഷ്ണു മന്ത്രങ്ങൾ ജപിക്കുകയും ഏകാദശി കഥ കേൾക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ മോചിപ്പിക്കാൻ ലങ്കയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ഭഗധന്യ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം അനുജൻ ലക്ഷ്മണനോടൊന്നിച്ച് വിജയ ഏകാദശി വ്രതം ആചരിച്ചതായാണ് ഐതിഹ്യം. വ്രതാചരണത്തിന് ശേഷം ഭഗവാൻ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് ലങ്കയിലെത്തിച്ചേരുകയും യുദ്ധത്തിൽ രാവണനെ വധിച്ച് സീതാദേവിയെ മോചിപ്പിച്ച് വിജയശ്രീലാളിതനായി തിരിച്ചെത്തിയതുമായ രാമായണ കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ എന്താഗ്രഹിച്ചാണോ വിജയ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് അത് നമുക്ക് സാധിച്ചു കിട്ടുന്നു. ഏകാദശി ദിവസം വൈകുന്നേരം 7:31 വരെയാണ് ഹരിവാസര സമയം ഉള്ളത്. വ്രതമെടുക്കാൻ സാധിക്കുന്നവർ എല്ലാവരും വിജയ ഏകാദശി വ്രതം എടുക്കുക. നിങ്ങൾ എന്തുദ്ദേശിച്ചാണോ വ്രതം എടുക്കുന്നത് അതിൽ വിജയം സുനിശ്ചിതമാണ്. എല്ലാവർക്കും ശ്രീ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു.